മഹാന്യരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു അള്ളാഹിൻ്റെ റസൂലിന് 10 വർഷം സേവനം ചെയ്ത മഹാനാണ്. 10 വർഷം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂടെ നടന്ന് അള്ളാഹിൻ്റെ റസൂലിന് സേവനം ചെയ്ത മനുഷ്യനാണ്, സഹാബിയാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. ഒരു ദിവസം അള്ളാഹിൻ്റെ റസൂല് അനസിന് സമ്മാനമായി നൽകി ഒരു വടി. ആ വടി സമ്മാനമായി നൽകിയെന്ന് മാത്രമല്ല, മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൻ്റെ കൂട്ടുകാരായ സഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, സഹാബത്തെ, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് സമ്മാനമായി സമ്മാനിച്ച ഈ വടിയുണ്ടല്ലോ, ഇത് എൻ്റെ ഖബറിൽ വെച്ചേക്കണമെന്ന് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ വഹാബിയും അതുപോലെ തന്നെ മൗദൂദികളും മുജാഹിദുകളൊക്കെ പറയുന്നത് അള്ളാഹിൻ്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന്. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് സാധാരണ മനുഷ്യനാണെങ്കിൽ ഈ വടി ഖബറിൽ വെക്കാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോലൊരു സാധാരണക്കാരനാണ് അള്ളാഹിൻ്റെ റസൂലെങ്കിൽ 10 വർഷം അള്ളാഹിൻ്റെ ഹബീബിനെ പഠിച്ച വ്യക്തിത്വമാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിൽ നിന്ന് എന്തെല്ലാം എങ്ങനെയെല്ലാം മനസ്സിലാക്കിയെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ വെറും ഒരു കേവലം സാധാരണക്കാരനാണ് അള്ളാഹിൻ്റെ റസൂലെങ്കിൽ ഒരിക്കലും ഈ വടി, അള്ളാഹിൻ്റെ റസൂൽ സമ്മാനിച്ച വടി, അനസ് ബിൻ മാലിക് ഖബറിൽ വെക്കാൻ പറയുകയില്ലല്ലോ. അവിടെ മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അള്ളാഹിൻ്റെ റസൂല് 10 വർഷം അള്ളാഹിൻ്റെ റസൂലിന് സേവനം ചെയ്ത മഹാനായ അനസ് ബിൻ മാലിക് അദ്ദേഹത്തിന് അള്ളാഹിൻ്റെ റസൂല് സമ്മാനിച്ച വടി ഖബറിൽ വെക്കാൻ പറഞ്ഞെങ്കിൽ അള്ളാഹിൻ്റെ റസൂല് സാധാരണക്കാരൻ്റെ വടി ഖബറിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആരാണ് അല്ലാഹുവിൻ്റെ ഹബീബ്. ഇവിടുത്തെ മുജാഹിദുകളും ഇവിടുത്തെ വഹാബികളും അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജന്മദിനത്തെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ അള്ളാഹിൻ്റെ റസൂലിനെ മനസ്സിലാക്കിയിട്ടില്ല. അവരിങ്ങനെ ലാഹിർ ശരീഅത്തിലൂടെ ഇങ്ങനെ ഒഴഞ്ഞ് നാടി നടക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ എന്താണ് ഏതാണ് എന്ന് യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ റസൂലിനെ മനസ്സിലാക്കാതെ പോയതാണ് ഇവരുടെ മെയിൻ തകരാറ്. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അവരേതായാലും നേരാവില്ല, കഴിഞ്ഞപ്പോൾ നേരാകാൻ വേണ്ടി നേർന്നിട്ട് കാര്യമില്ല. കാരണം നേരാവുമെന്ന് തോന്നുന്നില്ല ഈ കോലത്തിലാണെങ്കിൽ. കാരണം അള്ളാഹിൻ്റെ റസൂലിനെ പറഞ്ഞാൽ കഴിഞ്ഞില്ല കഥ. പിന്നെ എനിക്ക് മുസ്ലിം തന്നെ പറയാൻ പറ്റുമോ? ആരെങ്കിലും അള്ളാഹിൻ്റെ റസൂലിനിക്ക് വഴിപ്പെട്ടാൽ അള്ളാഹ്ക്ക് വഴിപ്പെട്ടു എന്നാണ് ഖുർആൻ തന്നെ. പിന്നെ ഓലെ കഥ പറയണ്ടല്ലോ.